കോഴിക്കോട് പാളയത്തെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ആയുധം ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. കൺഫേം ചെയ്തിട്ടുണ്ട്. പല ശല്യങ്ങളുണ്ട്. ഇത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണല്ലോ. പാളയം ബസ് സ്റ്റാൻഡിന് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കും. മുറിവുകളുണ്ട്, പല സംശയങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ പോയിന്റുകളുണ്ട്. അത് വെച്ച് ഞങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകും. ഒന്നും അല്ല, അതെല്ലാം പരിശോധിക്കുന്നേ ഉള്ളൂ. അന്വേഷണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് വെളിപ്പെടുത്തുന്ന ഉചിതമല്ല. ഓക്കെ, താങ്ക് യു. അതെല്ലാം ശാസ്ത്രീയ പരിശോധനകൾ പ്രഥമ ദൃഷ്ട്യാ സ്റ്റാബ് ഇഞ്ചുറി ഉണ്ട്. അത് ഏത് ആയുധമാണ്, ഏത് തരത്തിലുള്ള എന്നുള്ളതൊക്കെ ഒന്നും കൂടെ പോസ്റ്റ്മോർട്ടം മറ്റും കഴിഞ്ഞിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്തു. അഞ്ജന, കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആരാണ് എന്നുള്ള എന്തെങ്കിലും നിഗമനമുണ്ടോ? ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കമ്മീഷണർ സ്ഥിരീകരിക്കുകയാണ്. ഇത് കൊലപാതകം നടത്തിയിരിക്കുന്നത് ആയുധം ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അത് ഏത് ആയുധമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് വരുന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരം ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതും. നഗരമധ്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ ബിജു ഒരു ക്ഷീര കർഷകനാണ്. പശുക്കളെയും ഒക്കെ മറ്റും നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ഈ പശുവിൻ്റെ തൊഴുത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഒറ്റമുറി വീട്ടിലാണ് അയാൾ ഉണ്ടായിരുന്നത്. രാത്രിയിൽ അവിടെയാണ് ചില നാളുകൾ അയാൾ താമസിച്ചു വന്നിരുന്നത്. ഒറ്റയ്ക്കായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പശു മറ്റും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ അതിനെ കറക്കാനും മറ്റുമൊക്കെ പുലർച്ചെ എണീക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ആ സമയത്ത് എണീക്കുന്നത് കാണാതെ വന്നപ്പോഴാണ് അമ്മ എത്തി റൂമിൽ പരിശോധിക്കുന്നത്. അപ്പോൾ പരിശോധിച്ച സമയത്ത് ഈ റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അകത്ത് മുറി തുറന്നു നോക്കിയപ്പോൾ ബിജു രക്തം വാർന്ന് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഏതായാലും ശരീരമാസകലം മുറിവുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് പ്രധാനമായും കഴുത്തിലും അതോടൊപ്പം തന്നെ വയറിലും ആഴത്തിലുള്ള മുറിവുണ്ട്. ഇതിൽ നിന്നും രക്തം വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഈ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം അത് ഏതാണെന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും പ്രതികളെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ പ്രദേശത്ത് ചില ലഹരി മാഫിയ സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിജുവിൻ്റെ തന്നെ വീടിനോട് ചേർന്നുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പുണ്ട്. ആ പറമ്പിൽ ചില അസമയത്ത് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തൂഫാന്റെ ഭാഗമായൊക്കെ ബിജു പോലീസിന് കൈമാറിയിരുന്നു. ഇതിനുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ആരോപണം ബിജുവിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുകൂടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഏതായാലും കമ്മീഷണർ വ്യക്തമാക്കുന്നത്. നഗരമധ്യത്തിൽ നടന്ന ഒരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ വേണ്ടുന്ന ജാഗ്രതയോടുകൂടെ തന്നെയാണ്, ഗൗരവത്തോടു കൂടി തന്നെയാണ് ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ഏതായാലും പ്രതികളുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരി. ഈ മരിച്ച വ്യക്തിയുടെ സഹോദരിയുടെ പ്രതികരണം ഒന്ന് ലഭ്യമായിട്ടുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. പോലീസയ്ക്ക് കറക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാ. അപ്പോഴാണ് ഇങ്ങനെ ചോരയെ കുളിച്ചിട്ട് ചെയ്ത് ആരോ ഇത് ചെയ്തതാ. ചെയ്തവനെ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. എൻ്റെ അച്ഛൻ എന്ത് വിചാരിച്ച് ജീവിക്കൂ? എൻ്റെ അച്ഛൻ ആകുള്ളൊരു തണലിൻ്റെ ഏട്ടനാ. എന്ത് വിചാരിച്ച് ജീവിക്കും? എൻ്റെ അച്ഛനെ സുഖമില്ലാത്ത ഒരാളാ. എല്ലാവരോടും നല്ല പോലെയാണ്, എല്ലാ കുടുംബങ്ങളോടും നല്ല പോലെയാണ്. അടിച്ചിട്ടാലും ഞങ്ങൾക്ക് ബേജാറില്ലായിരുന്നു. 10 ദിവസം ആശുപത്രി കിടന്നാലും ഞങ്ങൾ നോക്കും. ഇങ്ങനെ കൊന്നിട്ട് അളഞ്ഞില്ലേ ഞങ്ങൾ ഏട്ടനെ, കൊന്നിട്ട് പോയില്ലേ. സമീപത്തെ ലഹരി സംഘങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തെന്നും ഞങ്ങൾക്ക് ആ സമയം അതാ. പകലാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ രാത്രി സമയത്ത് കണ്ണെത്തൂല. ഞങ്ങളെ വീട്ടിലെല്ലാം കിടക്കുന്ന വേറെ